രണ്ടാം വട്ടവും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാവുകയാണ്. മാത്രമല്ല, അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന കാര്യത്തിലും ട്രംപ് ഭരണകൂടം ഒരു തരത്തിലും ഇളവ് കാട്ടുന്നതുമില്ല. ഇത്തരം സംഭവ പരമ്പരകളിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഒരു ഇന്ത്യക്കാരന് വിസ നിഷേധിച്ച അമേരിക്കൻ എംബസിയുടെ നടപടി. എന്നാൽ തനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് അമേരിക്കയിൽ ഉണ്ടെന്നാണ് ഇയാൾ ഡൽഹിയിലെ എംബസിയിൽ നടന്ന വിസയ്ക്കായുള്ള ഇന്റർവ്യൂവിൽ അറിയിച്ചത്. ഇതേ തുടർന്ന് എംബസിയിലെ അധികൃതർ ഇന്റർവ്യൂ 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയും ഇയാളുടെ വിസ നിരസിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെതിരെ ഇന്ത്യക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ അവധിക്കാലം ചെലവഴിക്കാനാണ് യുവാവ് വിസയ്ക്കായി അപേക്ഷ നൽകിയിരുന്നത്. 1 മിനിറ്റിനുള്ളിൽ വെറും 3 ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് എംബസി ജീവനക്കാർ തനിക്ക് വിസ നിഷേധിക്കുകയായിരുന്നുവെന്നാണ് നിലവിൽ ഇയാളുടെ പരാതി. ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനുള്ള ഹ്രസ്വകാല സന്ദർശനത്തിനോ മാത്രം വിസയ്ക്ക് അപേക്ഷ നൽകുന്ന വ്യക്തികളോട് എന്തുകൊണ്ട് അത് നിരസിച്ചു എന്ന് അറിയിക്കണമെന്നാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. B1, B2 വിസയ്ക്കുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയാണ് ഇനിയും പേര് വെളിപ്പെടുത്താതെ ഇയാൾ ഡൽഹിയിലെ അമേരിക്കൻ എംബസിയിൽ എത്തിയതെന്നാണ് നിലവിൽ ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അഭിമുഖം 1 മിനിറ്റ് കൊണ്ട് അവസാനിക്കുകയും ചെയ്തു. അഭിമുഖത്തിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്താണെന്ന് അധികൃതർ വ്യക്തമാക്കിയാൽ അടുത്ത തവണ അഭിമുഖത്തിൽ പങ്കെടുക്കാൻ വിളിച്ചാൽ അത് ഒഴിവാക്കാമല്ലോ എന്നാണ് ഇയാൾ പറയുന്നത്. അഭിമുഖം നടത്തിയാൽ അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. കൂടാതെ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് അമേരിക്കയിൽ ഏതെങ്കിലും കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ഉണ്ടോ എന്നും തിരക്കി. 3 ചോദ്യങ്ങൾക്കും സത്യസന്ധമായിട്ടാണ് താൻ ഉത്തരം നൽകിയെന്നാണ് യുവാവ് പറയുന്നത്. ഫ്ലോറിഡയിൽ അവധിക്കാലം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും നേരത്തെ അന്താരാഷ്ട്ര യാത്ര ചെയ്ത് പരിചയമില്ലെന്നും ഫ്ലോറിഡയിൽ താമസിക്കുന്ന ഒരു കാമുകി തനിക്ക് ഉണ്ടെന്നും ഇയാൾ ഇതിനോടകം വ്യക്തമാക്കി. എന്നാൽ എംബസി ഉദ്യോഗസ്ഥന് ഇക്കാര്യം ബോധ്യപ്പെട്ടില്ലെന്നും 1 മിനിറ്റിനുള്ളിൽ വിസ നിഷേധിച്ചതായും അപേക്ഷകർ പറയുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്റെ വിസ നിരസിക്കാനുള്ള കാരണമാണ് ഇനിയും മനസ്സിലാകാത്തതെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. സത്യസന്ധമായ മറുപടി നൽകിയതാണോ തന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവെന്നും യുവാവ് ചോദിക്കുന്നുണ്ട്. അമേരിക്കയിൽ തനിക്ക് കാമുകിയുണ്ടെന്ന കാര്യം അഭിമുഖത്തിൽ ഒഴിവാക്കണമായിരുന്നു എന്നും ഇദ്ദേഹം പറയുന്നു. നേരത്തെ വിദേശയാത്ര നടത്തിയിട്ടില്ലാത്ത ഇയാൾക്ക് അമേരിക്കയിൽ എങ്ങനെയാണ് കാമുകിയുള്ളത് എന്നതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ അപേക്ഷകൻ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ പലരും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിന് പലതരത്തിലുള്ള കമന്റുകളാണ് ലഭിക്കുന്നത്. വിസയുടെ കാര്യത്തിൽ ട്രംപ് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്റെ ഫോണിൽ ട്രംപ് ഭരണകൂടത്തെ വിമർശിക്കുന്ന സന്ദേശങ്ങൾ വിമാനത്താവള ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് US പ്രവേശനം നിഷേധിച്ചിരുന്നു.